വായുവിന്റെയോ ബാക്ടീരിയകളുടെയോ സാമീപ്യത്തിനോ ഇട നൽകാതെ ഒരു പ്രത്യേക പുറന്തോടുപോലെ പ്രവർത്തിച്ച് ഈ അടരുകൾ ജൈവവസ്തുവിനെ പരിരക്ഷിക്കുന്നു. കൂടുതൽ കൂടുതൽ ചെളിയോ മറ്റ് അവശിഷ്ടങ്ങളോ നൂറുകണക്കിന് വർഷങ്ങളായി ഒന്നിനുമീതെ ഒന്നെന്ന നിലയിൽ വന്നു വീഴുമ്പോൾ ഒരിക്കൽ ജീവിച്ചിരുന്ന ഈ ജീവിയുടെ ശേഷിപ്പുകൾ ഇപ്പോൾ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്നോ ഭൂമിയുടെ മേൽത്തട്ടിൽ നിന്നോ നോക്കിയാൽ അനവധി മീറ്ററുകൾ അടിയിലായിരിക്കും. ജന്തുക്കളുടെ അസ്ഥികൾ, പുറന്തോടുകൾ, തരുണാസ്ഥികൾ തുടങ്ങിയവ രാസക്ഷയത്തിന് വിധേയമായി തുടങ്ങുന്നു. ഭൂമിക്കടിയിലുള്ള ജലം ഈ ക്ഷയിക്കുന്ന കോശങ്ങൾക്ക് മീതെ ഒഴുകുകയും ജലത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ കോശങ്ങളിലെ ചില രാസവസ്തുക്കൾക്ക് പകരം വയ്ക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ കോശങ്ങൾക്ക് പകരം വയ്ക്കപ്പെട്ട കാൽസൈറ്റ്, പൈറൈറ്റ്, സിലിക്ക, ഇരുമ്പ് തുടങ്ങിയ രാസവസ്തുക്കളാണ് ഉറപ്പുള്ള പാറകളുടെ അടിസ്ഥാന ശിലകൾ. അങ്ങനെ ദശലക്ഷം വർഷങ്ങളുടെ കാലയളവിൽ യഥാർത്ഥമായ രൂപത്തിന്റെ കോശങ്ങൾക്ക് പകരം ഈ മൂലകങ്ങൾ ഒരു കൃത്യമായ കല്ലിന്റെ പതിപ്പ് നിർമ്മിക്കുന്നു. യഥാർത്ഥ ജീവിയുടെ വലിപ്പവും ആകൃതിയും പരിപാലിക്കുന്ന ഫോസിലുകൾ പാറ അടങ്ങിയവയാണ്. ശാസ്ത്രീയ നാമകരണങ്ങളിൽ ഈ ഫോസിൽ രൂപീകരണ പ്രക്രിയ പെർമിനറലൈസേഷൻ എന്നറിയപ്പെടുന്നു. ഫോസിൽ രൂപീകരണത്തിന് കാരണമാവുന്ന മറ്റ് ചില പ്രക്രിയകളുമുണ്ട്. ഇവയിൽ ഒന്ന് കാർബണീകരണമാണ്. കാർബണീകരണത്തിന് വിധേയമാവുന്ന കോശസഞ്ചയങ്ങളിൽ നിന്ന് കാർബൺ ഒഴികെ മറ്റ് യഥാർത്ഥ മൂലകങ്ങളെല്ലാം അപ്രത്യക്ഷമാകും. പിന്നെ യഥാർത്ഥ ഘടനയുടെ ശേഷിപ്പ് കാർബൺ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു പകർപ്പായി മാറും. ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച് വിവിധ രാജ്യങ്ങളിലെ മ്യൂസിയങ്ങളിലും മറ്റുമായി ദശലക്ഷക്കണക്കിന് ഫോസിലുകൾ ലഭ്യമാണ്. ഈ വിധത്തിലുള്ള എല്ലാ ഫോസിലുകളും സുപ്രധാനമായ ഒരു യാഥാർത്ഥ്യം തുറന്നു കാണിക്കുന്നു. ഭൂലോകത്തെ എല്ലാ ജീവജാലങ്ങളും അവ സൃഷ്ടിക്കപ്പെട്ട കാലം മുതൽ ഇന്നുവരെ ഒരേ ആകൃതിയും ഘടനയും മറ്റ് സവിശേഷതകളും പരിപാലിക്കുന്നുണ്ട്. ഏറ്റവും ആദ്യകാലത്തെ ഭൗമശാസ്ത്ര കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ധാരാളം ജൈവരൂപങ്ങളെ യാതൊരു വിധത്തിലുള്ള നേരിയ മാറ്റത്തിന് പോലും വിധേയമാവാതെ ഇപ്പോഴും കണ്ടുവരുന്നു. നൂറുകണക്കിന് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ജീവജാലങ്ങളിൽ നിന്ന് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവയ്ക്ക് യാതൊരുവിധ വ്യത്യാസങ്ങളും ഇല്ല. ഉദാഹരണത്തിന് 120 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന പുൽച്ചാടികളും ഇന്ന് കാണുന്ന പുൽച്ചാടികളും എല്ലാ അർത്ഥത്തിലും ഒന്നുതന്നെയാണ്. ചുരുക്കത്തിൽ ഇന്നു കാണുന്ന ജീവജാലങ്ങളും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ളവയും കൃത്യമായും ഒരേപോലെ തന്നെയാണ്.
Examples of living fossils. ഇതുവരെ ഈ സിനിമയിൽ നിന്ന് ഫോസിലുകളെക്കുറിച്ച് നമുക്ക് സാധാരണ വിവരങ്ങൾ ലഭ്യമായി. ഫോസിലുകൾ എന്താണെന്നും അവ എങ്ങനെ രൂപം കൊണ്ടു എന്നും നമ്മൾ കണ്ടു. പരിണാമവാദത്തിന്റെ നിലനിൽപ്പിനെ തകർത്തെറിയുന്ന കാര്യത്തിൽ ഫോസിൽ രേഖകൾ പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്നു. പ്രാകൃതമായ രൂപങ്ങളിൽ നിന്ന് ദശലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ ജീവികൾ പരിണമിച്ചതിനു ശേഷമാണ് ഇന്ന് കാണുന്ന തികച്ചും കൃത്യവും സങ്കീർണവുമായ രൂപഘടന നേടിയതെന്ന് പരിണാമ സിദ്ധാന്തം അവകാശപ്പെടുന്നു. എന്നാൽ സത്യം വളരെ വ്യത്യസ്തമാണ്. കാരണം ഫോസിൽ രേഖകളെ പക്ഷപാതരഹിതമായി പരിശോധിക്കുവാൻ ശ്രമിച്ചാൽ ജീവിവർഗം അതിന്റെ പ്രാരംഭകാലത്ത് ദശലക്ഷക്കണക്കായ വർഷങ്ങൾക്ക് മുൻപ് അല്പം പോലും പ്രാകൃതമായ അവസ്ഥയിലായിരുന്നില്ല. നിങ്ങൾ ഇപ്പോൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഫോസിലുകൾ അമേരിക്കൻ ഐക്യനാടുകളിലെ വാമിംഗ് എന്ന സ്റ്റേറ്റിലെ ഗ്രീൻ റിവർ ഫോർമേഷനിൽ കാണപ്പെട്ടവയാണ്. ഇവയ്ക്ക് 50 ദശലക്ഷം വർഷം പഴക്കമുണ്ട്. അല്പം വിശദമായി നമുക്ക് ഈ ഫോസിലിനെ പരിശോധിക്കാം. ഈ വലുപ്പമേറിയ മത്സ്യം ഒരു ഹെറിംഗ് ആണ്. ഏറ്റവും അടുത്തുനിന്ന് പരിശോധിച്ചാൽ ഇക്കാലത്ത് ജീവിച്ചിരിക്കുന്ന ഹെറിംഗുമായി സമാനതകൾ ഉള്ളതായി കാണാം. മത്സ്യത്തിന്റെ വായ, മുകൾ ഭാഗത്തെ കണ്ണിന്റെ കുഴ, ശ്വസനത്തിന് അവയെ സഹായിക്കുന്ന ചെകിളകൾക്ക് സമീപത്തുള്ള കൊച്ചു ചിറകുകൾ എന്നിവ വ്യക്തമായി കാണാം. നമ്മുടെ ഫോസിലിനെ നമുക്ക് അല്പം കൂടി അടുത്തുനിന്ന് കാണാം. നിങ്ങൾക്കിപ്പോൾ മീനിന്റെ അസ്ഥികൂടത്തിന്റെ ആകൃതിയും ആ രൂപത്തിന്റെ ഭാഗമായി ഏതാനും ചെറിയ എല്ലുകളും വളരെ വ്യക്തമായി കാണാം. അതിന് സമീപം മറ്റൊരു ഫോസിലുണ്ട്. ഇത് മറ്റൊരു തരം ഹെറിംഗ് വർഗത്തിൽപ്പെടുന്ന മത്സ്യമാണ്. മറ്റുള്ള ഹെറിംഗിനെ പോലെ ഇതിനും ഇന്നത്തെ പിന്മുറക്കാർക്കുള്ളതുപോലെ ഒരേ രൂപഘടനയാണ് നിലനിൽക്കുന്നത്. ഏഷ്യയിൽ നിന്ന് കണ്ടെടുത്ത മറ്റൊരു ഫോസിലിനെ നിങ്ങൾക്കിപ്പോൾ കാണാം. ഇത് ഒരു ചീങ്കണ്ണിയുടേതാണ്. ഇതിന്റെ ജീവിത കാലഘട്ടം ക്രെട്ടേഷ്യസ് കാലഘട്ടം.